നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന യെസ് ബാങ്കിൻ്റെ ഏസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നല്ല നല്ല ഇതുപോലെയുള്ള ടെക്നിക്കലായി അതുപോലെ നമുക്ക് കൂടുതൽ ബാക്കിയുള്ള അറിവുകളും തരുന്ന വീഡിയോസ് ആയിരിക്കും ഇതിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇത് പാക്ക് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞതാണ്, എങ്കിൽ കൂടി ഞാനത് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കാർഡിൽ ഇതൊക്കെയാണ് നമ്മുടെ വെൽക്കം കിറ്റായിട്ട് വരുന്ന സംഭവങ്ങളാണത്. ഫസ്റ്റ് ഇത്, സെക്കൻഡ് യെസ് ബാങ്ക് ഏസ് കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റും അതുപോലെയുള്ള ബാക്കി ഡീറ്റെയിൽസുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇത് കാണിക്കുന്നത്. ഒരു ഷീറ്റ്, പിന്നെ നമ്മുടെ അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റും ബാക്കി എല്ലാ സംവിധാനങ്ങളും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ടൈപ്പ് പേപ്പർ, ദെൻ നമ്മുടെ കാർഡ്. ഈ കാർഡ് ഭയങ്കര രസമുള്ള ഒരു കാർഡാണ് കേട്ടോ. നമ്മളെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു കാർഡാണ്. പിന്നെ ഇതിൻ്റെ നമ്പറൊക്കെ ബാക്കിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്കത് ബാക്കിൽ ഞാൻ ഏകദേശം കവർ ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ വരുന്നത് റുപ്പേ ആണ്. അതുകൊണ്ട് നമുക്കിത് UPI പേയ്മെൻറ്റിന് ധാരാളമായിട്ട് ഉപയോഗിക്കാം. കണ്ടോ പ്രേക്ഷകർ, നമുക്ക് നല്ല സ്റ്റൈലിഷ് അല്ലേ കാർഡ്, അടിപൊളിയാണ്. സൈഡൊക്കെ കണ്ടോ, ഗ്ലാസ് ടൈപ്പ് കാർഡാണ്, അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ മറ്റേ വിസ പ്ലാറ്റ്ഫോമിൽ വരുന്ന ചില കാർഡുകൾ ഇത് പിന്നി പോരുന്ന ഒരു പ്രശ്നമുണ്ട്. പേപ്പർ ഇളകി പോരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഇതിൽ നിന്ന് ഇതുപോലെ ഇളകി പോരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് കാർഡാണിത്. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മളിത് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ യെസ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഓൺലൈനായിട്ട്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വഴി നമുക്ക് ഈ കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് സെറ്റിങ് ബാക്കി തുടങ്ങി നമ്മുടെ പിൻ നമ്പർ ക്രിയേഷൻ തുടങ്ങി എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. ഓഫറുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കൂടാതെ അതുവഴി പേയ്മെൻറ്റും ചെയ്യാൻ പറ്റും. യെസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ തന്നെയാണ് ഇത് ചെയ്യാറ്. യെസ് ബാങ്കിൻ്റെ അനദർ ആപ്പ് ഉണ്ട്, യെസ് പേ എന്ന് പറഞ്ഞൊരു ആപ്പ്, അത് വേറെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ പേയ്മെൻറ്റും ബാക്കി ഡീറ്റെയിൽസുമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡ് പോയിൻ്റ് ഉണ്ട്, പോരാ എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്കാൻ ആൻഡ് ആക്ടിവേറ്റ്, നമ്മൾ എന്തൊക്കെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ആപ്പ് വരും, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായി കിട്ടും. പിന്നെ ഉണ്ടോ, ഇതുണ്ടല്ലേ നമ്മളെ ഓരോ അതുമാതിരി കാർഡ് വാങ്ങിയിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ കാർഡ് ഡീആക്ടിവേറ്റ് ആവും, കാർഡ് ഉപയോഗയോഗ്യമല്ലാതായി തീരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാർഡ് എടുക്കുന്നവർക്കുള്ളൊരു വിവരം തരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ലെറ്റർ, വെൽക്കം ലെറ്റർ. ഈ വെൽക്കം ലെറ്ററിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ബാക്കി കണ്ടോ റിവാർഡ് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് തുടങ്ങിയെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള വെൽക്കം ലെറ്റർ വരാം. അതായത് 8 റിവാർഡ് പോയിൻ്റാണ് 200 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5000 റിവാർഡ് പോയിൻ്റ് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതായത് 4 റിവാർഡ് പോയിൻ്റ്, യെസ് റിവാർഡ് പോയിൻ്റ് 200 ആൾ ഓഫ്ലൈൻ സ്പെൻസ് എക്സെപ്റ്റ് 1 സെലക്റ്റഡ് കാറ്റഗറി. ചില ഇതിൽ 4 റിവാർഡ് പോയിൻ്റ് വരെ കിട്ടും. അതായത് യെസ് റിവാർഡ് പോയിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ കിട്ടുന്നത് 2 യെസ് റിവാർഡ് പോയിൻ്റ് ഫ്രം സെലക്റ്റഡ് കാറ്റഗറികൾ വെച്ചിട്ട്. അതേമാതിരി ഇതിന് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് പർച്ചേസിങ് പ്രൊട്ടക്ഷൻ വരെ കിട്ടുന്നുണ്ട്. ആക്സിഡൻ്റൽ ഡാമേജ്, അതായത് ഫിസിക്കൽ ഡാമേജ് വഴി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ വരെ ഇതിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണ്ടോ, പർച്ചേസ് പ്രൊട്ടക്ഷൻ, ബി കവർ ആക്സിഡൻ്റൽ ഡാമേജ് ഫോർ 6 months ഫോർ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസസ് പർച്ചേസ്ഡ് ഓൺലൈൻ. അതായത് 1% ഫ്യൂവൽ ചാർജ് വൈവർ അക്രോസ് ദ ഫ്യൂവൽ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ക്യാപ്ഡ് ഓഫ് 250 വരെ ഫ്യൂവൽ ചാർജ് സർചാർജ് വൈവർ ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെ കൂടാതെ ധാരാളം ബെനിഫിറ്റുകളുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഓഫർ വരാറുണ്ട്, കൂടുതലും ഓൺലൈൻ ഓഫറാണ് വരാറ് യെസ് ബാങ്കിന്.